റിയോ ഒളിമ്പിക്സിൽ ഒ.പി. ജയശ്രീക്ക് അവഗണന നേരിട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം. അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ഇടതുപക്ഷ എംപിമാർ കായിക മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വാർത്ത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ. ഗ്രീഷ്മ, ഒ.പി. ജയശ്രീക്ക് റിയോയിൽ നേരിടേണ്ടി വന്ന കടുത്ത അവഗണനക്കെതിരെയുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി ഇക്കാര്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒളിമ്പിക് അസോസിയേഷന്റെയും അത്ലറ്റിക് ഫെഡറേഷന്റെയും ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. ഇന്നലെ ഈ സംഭവം ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്ന സമയത്ത് കായിക മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത് ഇത് ഒളിമ്പിക് അസോസിയേഷന്റെയും അത്ലറ്റിക് ഫെഡറേഷന്റെയും ഉത്തരവാദിത്തമാണ്. കായിക മന്ത്രാലയത്തിന് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഇല്ല എന്നായിരുന്നു കായിക മന്ത്രിയുടെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രസ്താവന. അതിനുശേഷം അത്ലറ്റിക് ഫെഡറേഷൻ വ്യക്തമാക്കിയതാകട്ടെ, ജയ്ഷ് വെള്ളം ആവശ്യപ്പെട്ടില്ല, ഒ.പി. ജയശ്രീയും കോച്ചും വെള്ളം ആവശ്യപ്പെടാത്തതിനാലാണ് വെള്ളം കൊടുക്കാതിരുന്നത് എന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു പ്രസ്താവന അത്ലറ്റിക് ഫെഡറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഇതിന്റെ ഭാഗമായി ഉണ്ടായി. കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എംപിമാർ കേന്ദ്ര കായിക മന്ത്രിക്ക് വിജയ് ഗോയലിന് കത്തെഴുതുകയും ചെയ്തു. അടിയന്തരമായി ഈ കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും റിയോയിലേക്ക് പോയ ഒഫീഷ്യൽസ് ഈ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഇത് ഇന്നും ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര കായിക മന്ത്രാലയം ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി 2 അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ സമിതിയോട് 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് എത്തിക്കാനുണ്ടായ ഘടകം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ കാര്യക്ഷമമായ ഇടപെടൽ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും അതിനു മുമ്പ് തന്നെ ഈ കായിക മന്ത്രാലയവും അത്ലറ്റിക് ഫെഡറേഷനും ഒളിമ്പിക് അസോസിയേഷനും ഇക്കാര്യത്തിൽ നിരുത്തരവാദിത്തപരമായ നിലപാടായിരുന്നു ഇതുവരെയും തുടർന്നുകൊണ്ടിരുന്നത്. ഗ്രീഷ്മ, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. റിയോയിൽ അവഗണന നേരിട്ട ഒ.പി. ജയശ്രീക്ക് സംസ്ഥാനത്തിന്റെ സഹായം. ജയശ്രീക്ക് ആവശ്യമായ സഹായം നൽകുമെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ ജയശ്രീയെ ഫോണിൽ വിളിച്ചറിയിച്ചു. വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഹലോ, യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ ജയ്ഷ, നിങ്ങളുടെ വാർത്ത ഇന്ന് പത്രത്തിലൂടെ ഞാൻ അറിഞ്ഞത്. ദേശാഭിമാനി കണ്ടു. നിങ്ങൾ റിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മാരത്തോൺ ഓട്ടത്തിൽ നന്നായി ഓടി. അവസാനം നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലെത്തി തളർന്ന് വീണുപോയി, ബോധം കെട്ടുപോയി. 3 മണിക്കൂറോളം നിങ്ങൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല, ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച് പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഇന്ത്യ ഗവൺമെൻറ്റിന് ഞാനിവിടെ നിന്നൊരു കത്തയക്കുന്നുണ്ട്. ഇത് നമ്മുടെ അതെ നിങ്ങൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അതെ നിങ്ങൾ മഹാകഷ്ടായിപ്പോയി അല്ല ഇത്. അത് ശരി. അത് 42 കിലോമീറ്റർ നിങ്ങൾ ഓടിയെന്നാണ് പത്രത്തിൽ ഞാൻ വായിച്ചത്. ഫിനിഷിംഗ് പോയിന്റിൽ നിങ്ങൾ എത്തി. ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ തളർന്ന് വീണു. പിന്നെ നിങ്ങൾക്ക് ബോധമില്ലായിരുന്നു. 3 മണിക്കൂറോളം നിങ്ങൾ ബോധം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഒരു പ്രമുഖ കായിക താരത്തിനുണ്ടായിരുന്നൊരു അവസ്ഥ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉത്കണ്ഠപ്പെടുത്തുന്ന. ഇതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇങ്ങനെ ഇനിയൊരു അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കണമെന്നുള്ള കാര്യങ്ങൾ അറിയിക്കാം. കാരണം ഞങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടല്ല ഈ ഒളിമ്പിക്സ് ഒക്കെ കാണുന്നത്. ഇനി ഞങ്ങൾ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണ് എന്തെങ്കിലും പ്രത്യേകം ചെയ്യാനുണ്ടോ? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും കാണാം. ഞാൻ
റിയോയിൽ ഇന്ത്യൻ അധികൃതരിൽ നിന്നും കനത്ത അവഗണന നേരിട്ടെന്ന ഒ പി ജയ്ഷയുടെ പരാതിയിൽ വിചിത്രവാദവുമായി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഓട്ടത്തിനിടെ ജയ്ഷിയോ കോച്ചോ കുടിവെള്ളം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ. ആവശ്യപ്പെടാതെ വെള്ളം കൊടുക്കുന്ന പതിവില്ലെന്നും വിശദീകരണം. കായിക താരത്തിന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ടാക്കിയ കനത്ത അനാസ്ഥ കാണിച്ചിട്ടും വിചിത്രമായ ന്യായവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഒ പി ജയ്ഷയോ കോച്ചോ ആവശ്യപ്പെടാത്തതിനാലാണ് വെള്ളം നൽകാതിരുന്നത് എന്നാണ് ഫെഡറേഷന്റെ വിശദീകരണം. ഒളിമ്പിക് സംഘാടകർ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നുവെന്നും അത്ലറ്റിക് ഫെഡറേഷൻ വ്യക്തമാക്കുന്നു. 2.5 കിലോമീറ്റർ പിന്നിടുന്ന സ്ഥലത്ത് എല്ലാ രാജ്യങ്ങളും അവരുടെ കായിക താരങ്ങൾക്ക് വെള്ളവും ഗ്ലൂക്കോസും എനർജി ജെല്ലുകളും തയ്യാറാക്കി വച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ ഡെസ്കിൽ ദേശീയ പതാകയല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ഒ പി ജയ്ഷയുടെ വെളിപ്പെടുത്തൽ. അത്ലറ്റിക് ഫെഡറേഷന്റെ വാദം തെറ്റാണെന്നും വെള്ളം വേണ്ട എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ജയ്ഷ പ്രതികരിച്ചു. എന്നോട് ആരും വെള്ളം വേണോ വെള്ളം വേണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോ കോച്ച് വെള്ളം വേണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് എന്നോട് ചോദിക്കേണ്ട കടമയുണ്ട്. കാരണം ഞാനാണ് അവിടെ റേസ് ചെയ്യുന്നത്. 42 ഡിഗ്രി ചൂടിൽ ഞാൻ അവിടെ 42 കിലോമീറ്റർ മാരത്തോൺ ഓടുമ്പോൾ ഞാൻ ഒരിക്കലും വെള്ളം വേണ്ടെന്ന് പറയില്ല. എനിക്ക് അത്രയ്ക്കും വിവരമില്ലാത്തല്ല. കാരണം വെള്ളം വേണോ വേണ്ടിയോ എന്ന് എന്നോട് അവിടെയുള്ള ഒരാളും ചോദിച്ചിട്ടുമില്ല. ഞാൻ ആരോടും വെള്ളം വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. സ്വന്തം അനാസ്ഥ ന്യായീകരിക്കുകയും കായിക താരത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്ത അത്ലറ്റിക് ഫെഡറേഷന്റെ സമീപനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യ നൽകിയ 9 വിലാസങ്ങളിൽ 6 എണ്ണവും UN സ്ഥിരീകരിച്ചു. ദാവൂദ് പാകിസ്ഥാനിലെന്ന കാലങ്ങളായുള്ള പാക്വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. വിവിധ കാലഘട്ടങ്ങളിലായി പാകിസ്ഥാനിൽ നിന്നും കരസ്ഥമാക്കിയ പാസ്പോർട്ടുകളുടെ വിവരങ്ങളും ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടു. കറാച്ചി, റാവൽപിണ്ടി, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലെ വിലാസങ്ങളാണ് UN സ്ഥിരീകരിച്ചത്. ആക്രമണകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി KT ജലീൽ. മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയത്. ഇതിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിലും തലസ്ഥാനത്ത് ഒരു ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിലുമാണ് സർക്കാർ തീരുമാനം. ആക്രമണകാരികളായ തെരുവ് നായ്ക്കളെ മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി KT ജലീൽ വ്യക്തമാക്കി. ആക്രമണകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ ഒരു പ്രത്യേക മരുന്ന് കുത്തിവെച്ച് കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം തെരുവ് നായ്ക്കളെ കൊല്ലുന്ന ജനങ്ങൾക്കെതിരെ കേസെടുക്കില്ല. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. നായ്ക്കളുടെ വന്ധീകരണത്തിനും ആക്രമണകാരികളെ കൊല്ലുന്നതിനുമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കാമെന്നും മന്ത്രി തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ വ്യക്തമാക്കി. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പ്രതിസന്ധിയാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മേയർ VK പ്രശാന്തും വ്യക്തമാക്കി. അതേസമയം പേവിഷ പ്രതിരോധ വാക്സിൻ ലോബി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണ പ്രതിസന്ധിക്ക് പരിഹാരമായി കേന്ദ്രീകൃത പദ്ധതിയുമായി ജപ്പാൻ സംഘം വന്നിട്ടുണ്ടെന്നും ഇതിൽ ആദ്യ പരീക്ഷണ പദ്ധതി കൊച്ചിയിൽ ആരംഭിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യനയത്തിൽ പുനരാലോചന വേണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ടൂറിസം മന്ത്രി AC മൊയ്തീൻ. മുൻ സർക്കാരിന്റെ മദ്യനയം മൂലം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി. വിനോദസഞ്ചാര മേഖലയിലെങ്കിലും മദ്യനയത്തിൽ ഇളവ് വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. എന്നോട് കഴിഞ്ഞ ദിവസം മദ്യമില്ലാത്ത കൺവെൻഷൻ സെൻറ്ററിൽ അവിടെയൊന്നും മദ്യമില്ലല്ലോ. അവർ പറഞ്ഞു മാസത്തിൽ 20 ബുക്കിംഗ് കിട്ടിയിരുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ 2 ബുക്കിംഗാണ് വരുന്നത്. കോൺഫറൻസുകൾ കേരളത്തിൽ നിന്ന് പോവുകയാണ്. അത് വസ്തുതയാണ്. ആ വസ്തുത നമ്മൾ അംഗീകരിക്കണം. ഈ പറയുന്ന രീതിയിൽ മദ്യമൊഴുക്കണം എന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഈ പ്രശ്നം വന്നു പെട്ടിട്ടുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യണം ആരായാലും. ചിലരത് രഹസ്യമായി പൊതിഞ്ഞു വെച്ച് പറയുന്നു. ഞാനത് കണ്ട പഠനത്തിൻ്റെ കാര്യം നിങ്ങളോട് വസ്തുതാപരമായി വിശദീകരിച്ചു. അതിൻ്റെ അർത്ഥം ഞാനുടനെ മദ്യഷാപ്പുകൾ കേരളത്തിലാകമാനം അനുവദിക്കണം എന്ന ആവശ്യമല്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും. മദ്യം ഓൺലൈനായി വിൽക്കില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. ഓൺലൈൻ വിൽപ്പന കൺസ്യൂമർ ഫെഡിന്റെ നിർദ്ദേശം മാത്രമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ മദ്യ വിൽപ്പന എന്നത് ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞത് മാത്രമേ. അതൊരു നിർദ്ദേശം മാത്രമാണ്. എല്ലാ നിർദ്ദേശവും വരട്ടെ. നമുക്ക് ഓൺലൈൻ മദ്യ വിൽപ്പന നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. മാത്രമല്ല നിലവിലുള്ള നിയമവും അതിന് അനുവദിക്കുന്നതല്ല. അപ്പോൾ അതിന്റെ മേലെ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള ഒരു നിർദ്ദേശം വന്നു. അത്തരം നിർദ്ദേശങ്ങൾ പലതും വരുന്നുണ്ട്. ഗവൺമെന്റ് മുമ്പിൽ തന്നെ നിരവധി നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. മദ്യത്തെ എങ്ങനെ തടയാം, ലഹരി എങ്ങനെ തടയാം.
ഇന്ത്യ പാക് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് മുകളിലൂടെയുള്ള വ്യോമപാത ഒഴിവാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ വിമാന കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ജെറ്റ് എയർവേസ്, സ്പൈസ് ജെറ്റ് എന്നീ കമ്പനികളാണ് വ്യോമയാന മന്ത്രാലയത്തിൽ അപേക്ഷ നൽകിയത്. പാക് പാത ഒഴിവാക്കി അറബിക്കടലിന് മുകളിലൂടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് നടത്താൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. പാകിസ്ഥാൻ വഴി ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന വിമാന കമ്പനികളാണ് അഭ്യർത്ഥനയുമായി വ്യോമയാന മന്ത്രാലയത്തെ സമീപിച്ചത്. ഇന്ത്യ പാക് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാക് വ്യോമപാതയിലെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നാണ് കമ്പനികൾ പറയുന്നത്. വ്യോമ നാവികസേനകൾക്ക് അനുവദിച്ചിട്ടുള്ള പാത ലഭ്യമാക്കണമെന്നാണ് സ്പൈസ് ജെറ്റ് നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാമ്പത്തിക കാരണങ്ങളും കമ്പനികളുടെ ആവശ്യത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. പുതിയ റൂട്ട് ലഭിച്ചാൽ ഇന്ധന ചെലവിൽ വലിയ കുറവ് വരുമെന്നും സ്പൈസ് ജെറ്റ് അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച പഠന റിപ്പോർട്ടും വിമാന കമ്പനികൾ സമർപ്പിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ, അധിക ഇന്ധന ചെലവ്, കാർബൺ പുറന്തള്ളുന്നതിലെ വ്യത്യാസം തുടങ്ങി പാക് പാതയിലൂടെ പറക്കുമ്പോഴുള്ള പ്രതികൂല ഘടകങ്ങളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാകിസ്ഥാന് മുകളിലൂടെയുള്ള പാത ഒഴിവാക്കിയാൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ വിമാന കമ്പനികളുടെ അപേക്ഷയിൽ വ്യോമയാന മന്ത്രാലയം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുടങ്ങിക്കിടന്ന കയർ തൊഴിലാളി പെൻഷൻ വിതരണോദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു. കയർ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. കയർ മേഖലയ്ക്ക് 280 കോടിയിലധികം രൂപ അനുവദിക്കുമെന്നും കയർ മേഖല പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും മന്ത്രി തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. കയർ തൊഴിലാളികൾക്ക് വരുമാന സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനൊപ്പം തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുമെന്ന് കയർ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ആലപ്പുഴയിൽ കയർ തൊഴിലാളി പെൻഷൻ വിതരണോദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വ്യവസായത്തെ സംരക്ഷിക്കും, വ്യവസായത്തെ പുനഃസംഘടിപ്പിക്കും, കേരളത്തിലെ കയർ വ്യവസായത്തെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഒരാൾക്കും സംശയം വേണ്ട. അതിനു വേണ്ടിയുള്ളൊരു പുനഃസംഘടനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഈ പുനഃസംഘടന കുറച്ച് ചെലവേറിയിട്ടുള്ളതാണ്. അതിനുള്ള പണം കണ്ടെത്തുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് വൻകിട വ്യവസായശാല സ്ഥാപിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. എല്ലാവരുമായി നമ്മുടെ ഈ വ്യവസായത്തെ സംരക്ഷിക്കണം, ഈ വ്യവസായത്തെ വികസിപ്പിക്കണം, ഇവിടെ തൊഴിലെടുക്കുന്നവർക്ക് സുരക്ഷിതത്വം നൽകണം. ഇതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് കയർ തൊഴിലാളി മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ നിൽക്കണമെന്ന് ഞാൻ പറയാം. കയർ മേഖലയ്ക്ക് പഴയകാല പ്രൗഢി തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇന്നത്തെ സാഹചര്യത്തിൽ തമിഴ്നാടുമായി മത്സരിക്കാൻ കഴിയുന്ന ആധുനിക യന്ത്ര സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കയർ അപ്പെക്സ് ബോർഡ് വൈസ് ചെയർമാൻ ആനത്തലവട്ടം ആനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കയർ വികസന ഡയറക്ടർ എൻ പത്മകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണുഗോപാൽ, CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കശ്മീർ പ്രശ്നത്തിൽ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്ന് AK ആന്റണി. സമാധാന ശ്രമങ്ങൾക്ക് സർക്കാർ മുൻകൈയെടുക്കണം. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമാണ് പലരും സ്വീകരിക്കുന്നതെന്നും ആന്റണി കുറ്റപ്പെടുത്തി. പാർലമെന്റിൽ ഒന്നടങ്കം പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടതുപോലെ കാശ്മീരിലേക്ക് ഒരാൾ ഡെലിഗേഷൻ അയക്കണം. അതിനുശേഷം ഗവൺമെൻറ് മുൻകൈയെടുത്ത് പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് വെച്ചിട്ടുള്ള ഡയലോഗ് ആരംഭിക്കണം. അതുമാത്രമാണ് കാശ്മീർ പ്രശ്നങ്ങളിൽ പോകാൻ വഴി. അല്ലാതെ ശക്തി കൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാകാൻ സാധ്യമല്ല. ആവശ്യമില്ലാത്ത വീരസ്യം പറഞ്ഞുകൊണ്ട് അവിടെ പ്രകോപനം ഉണ്ടാക്കുന്നത് അപകടമാണ്. സ്ത്രീകളെ ദുരുദ്ദേശത്തോടെ നോക്കിയാൽ കേസെടുക്കാമെന്ന് ഋഷിരാജ് സിംഗ്. അതിന് 14 സെക്കൻഡ് തന്നെ വേണമെന്നില്ലെന്നും ഋഷിരാജ് സിംഗ് കാസർഗോഡ് പറഞ്ഞു. നമ്മുടെ സമയമൊന്നും നോക്കണ്ട, ഒറ്റ നോട്ടം മതി. ഒരു സ്ത്രീയെ ഒരു മോശമായ രീതിയിൽ കണ്ടിട്ട് ആ സ്ത്രീക്ക് അങ്ങനെ തോന്നിയാൽ മതി കേസെടുക്കാം. ശരിയല്ലേ? Would you not feel humiliated? Would you not feel humiliated? കൂടെ ആടുന്ന ഒരു മോശമായ ഒരു പ്രവണത, അത് only a lady can understand. ഒറ്റ നോട്ടം പോരേനാണ് എന്റെ ചോദ്യം. Yes or no? സൗദിയിൽ തൊഴിൽ നഷ്ടപ്പെട്ട 3 മലയാളികൾ മടങ്ങിയെത്തി. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് സ്വദേശികളായ പ്രവാസികൾ ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് എത്തിയത്. സർക്കാർ തങ്ങളെ പുനരധിവസിപ്പിക്കാൻ തയ്യാറാവണമെന്ന് മടങ്ങിയെത്തിയവർ ആവശ്യപ്പെട്ടു. കണ്ണൂർ സ്വദേശി ഷിജോ മാത്യു, മലപ്പുറം സ്വദേശി മുഹമ്മദ് കാരക്കുഴിയൻ, കോഴിക്കോട് സ്വദേശി ഷബീർ എന്നിവരാണ് തിരിച്ചെത്തിയത്. സൗദിയിലെ ഓജർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇവർക്ക് ജനുവരി മുതലുള്ള ശമ്പളം ലഭിച്ചിട്ടില്ല. 1 മാസത്തോളമായി പട്ടിണിയിലായിരുന്നുവെന്നും ഇവർ പറയുന്നു. ജൂലൈ 25 മുതൽ ഫുഡ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവരെന്നായിരുന്നു ക്യാമ്പിലെ ക്ലീനിങ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്യാമ്പിൽ ഫുള്ളായിട്ട് മാലിന്യം കുമിഞ്ഞുകൂടാനും പിന്നെ വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയുണ്ടായി.
സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് സൗദിയിൽ നിന്ന് നേരിട്ട് കൊച്ചിയിലെത്താൻ സഹായകമായത്. പിണറായി വിജയൻ സാറ് ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞങ്ങൾ എംബസിയായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വീണ്ടും വരാൻ തയ്യാറാണെന്നുള്ള അറിയിച്ചത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട്ടിലേക്കെത്താനുള്ള യാത്രാ ചെലവായി ഇവർക്ക് 2000 രൂപ നോർക്ക നൽകിയിട്ടുണ്ട്. നിരവധി പേർ തൊഴിൽ നഷ്ടപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഇവരെ കൂടി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും മടങ്ങിയെത്തിയവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കന്നഡ നടിയും കോൺഗ്രസ് പ്രവർത്തകയുമായ രമ്യക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. രമ്യ പാക് അനുകൂല പരാമർശം നടത്തിയെന്നാരോപിച്ച് കർണാടകയിലെ അഭിഭാഷകൻ കെ വിಠൽ ഗൌഡയാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ച നടിയും കർണാടകയിലെ മാണ്ഡ്യയിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് എംപിയുമായ രമ്യക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാകിസ്ഥാൻ നരകമല്ലെന്നും നല്ല രാജ്യമാണെന്നുമുള്ള പരാമർശത്തിനെതിരെയാണ് കർണാടകയിൽ നിന്നുള്ള അഭിഭാഷകർ പരാതി നൽകിയത്. പാകിസ്ഥാനെ അഭിനന്ദിക്കുന്നതിലൂടെ ഇന്ത്യയെ അപമാനിക്കുകയും ഇന്ത്യക്കാരെ പ്രകോപിപ്പിക്കുകയുമാണ് ചെയ്തതെന്ന് കേസ് നൽകിയ കെ വിഠൽ ഗൌഡ പറഞ്ഞു. സോംവാർപേട്ടിലെ ഫസ്റ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് കേസ്. രമ്യക്കെതിരെ IPC 124A വകുപ്പ് ചുമത്തണമെന്നാണ് ആവശ്യം. ഇത് രാജ്യദ്രോഹ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന വകുപ്പാണ്. ഈ മാസം 27-നാണ് കേസ് പരിഗണിക്കുക. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ പാകിസ്ഥാനെ നരകത്തോട് താരതമ്യം ചെയ്തതിനെ എതിർത്താണ് താരം പാകിസ്ഥാനെ പുകഴ്ത്തിയത്. പാകിസ്ഥാനിലേക്ക് പോകുന്നത് നരകത്തിലേക്ക് പോകുന്നത് പോലെയാണ് എന്നായിരുന്നു പരീക്കറിന്റെ പരാമർശം. കഴിഞ്ഞ ദിവസം സാർക്ക് യോഗത്തിൽ പങ്കെടുക്കാനായി ഇസ്ലാമാബാദിൽ പോയ രമ്യ മടങ്ങിയെത്തിയപ്പോഴാണ് പാകിസ്ഥാനിൽ ലഭിച്ച സ്വീകരണത്തെക്കുറിച്ച് വാചാലമായത്. ഇതാണ് ഇപ്പോൾ വൻ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വിവിധതരം ചക്ക വിഭവങ്ങളാൽ ശ്രദ്ധേയമാവുകയാണ് പത്തനംതിട്ടയിലെ ചക്ക മഹോത്സവം. രാവിലെ മുതൽ രാത്രി വരെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നത് ചക്ക കൊണ്ടാണ്. പത്തനംതിട്ട നഗരസഭയാണ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത്. ചക്കപ്പപ്പടം, ചക്ക വറുത്തത്, ചക്കപ്പുഴുക്ക് തുടങ്ങി നമ്മൾ രുചിച്ചതും രുചിച്ചിട്ടില്ലാത്തതുമായ വിവിധ വിഭവങ്ങളായിരുന്നു ചക്ക മഹോത്സവത്തിൽ ഒരുക്കിയിരുന്നത്. പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെ വിവിധ വിഭവങ്ങൾ ഇവിടുത്തെ അടുക്കളയിൽ ഒരുങ്ങുന്നുണ്ട്. ചക്ക മസാല ദോശയാണ് രാവിലത്തെ പ്രധാന വിഭവം. ഉച്ചയൂണിനോടൊപ്പം മീൻകറിയുടെയും ചിക്കൻ കറിയുടെയും അതേ രുചിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കറികളും ഇവിടുത്തെ പ്രധാനിയാണ്. ചക്ക കൊണ്ടുള്ള ദോശ, ചക്ക കൊണ്ടുള്ള കുമ്പളപ്പം, ദോശയാണെങ്കിൽ അതിൻ്റെ അകത്തെ സ്റ്റഫിങ് മസാലയാണെങ്കിൽ ചക്ക കൊണ്ട് തന്നെ ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് ചക്കയുടെ പച്ചച്ചക്ക ഇട്ടിട്ട് ഉണ്ടാക്കുക. ചക്കയുടെ മാവാണെങ്കിൽ ഞങ്ങൾ ചക്ക അരച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുക. ചക്ക വിഭവങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ നാടനും വിദേശിയുമായ പ്ലാവിൻ തൈകളും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഗംലസ് പ്ലാവ്, മുള്ളം വരിക്ക, മുട്ടൻ വരിക്ക, സിന്ദൂര വരിക്ക, മലേഷ്യൻ ഹണി, ചെമ്പടക്ക തുടങ്ങി വിവിധയിനം പ്ലാവിൻ തൈകളാണ് ഇവിടുത്തെ പ്രധാനികൾ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.